നമസ്കാരം ചിസായുടെ മറ്റു വ്ളോഗിലേക്ക് സ്വാഗതം. പക്ഷേ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ സെക്ഷൻ ആയിട്ട് ഞങ്ങൾ വന്നേക്കുന്നത്. ഇത് ട്രാവലിംഗ് ഒന്നും അല്ല. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയാൻ പാടില്ല എന്തിനെ കുറിച്ചായിരിക്കും എന്നുള്ളത്. സോ ഇത് കോവിഡ് ആന്റിജൻ റാപ്പിഡ് ടെസ്റ്റിന്റെ ഒരു കിറ്റ് ആണ്. ലൈക്ക് ഒരു 2 weeks ബാക്ക് നമുക്ക് കോവിഡിന്റെ സിംറ്റംസ് കാണിച്ചിരുന്നു. അപ്പം ലൈക്ക് ഇവിടെ കൂടുതൽ കോവിഡ് കേസസ് കൂടുന്നതുകൊണ്ട് നമുക്ക് ലോകം മൊത്തം ഇപ്പം കോവിഡ് ടെസ്റ്റ് കോവിഡിന്റെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് ഇപ്പോൾ കൂടിക്കും, പ്രത്യേകിച്ച് ഒമിക്രോൺ വന്ന ശേഷം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 2 weeks ബാക്ക് ഇവിടെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് കോവിഡ് ടെസ്റ്റിന് പോകുമ്പോഴാണ് ജസ്റ്റ് ഡ്രൈവ് ത്രൂ പെട്ടെന്ന് പോയി ടെസ്റ്റ് എടുത്തിട്ട് വരാമായിരുന്നു. അതൊന്ന് ഗാർഗിൾ ടെസ്റ്റ് ആണ്. അതിനെന്താ പറഞ്ഞ പ്രത്യേക പേരുണ്ടല്ലോ ഗാർഗിൾ ടെസ്റ്റിന്. എന്ത് ടെസ്റ്റ് ആയിരുന്നു? ഗാർഗിൾ ടെസ്റ്റ് ആണ്, പക്ഷെ അതിന് ഒരു പ്രത്യേക ഒരു പേര് പറയും, ഗാർഗിൾ ടെസ്റ്റ്. അത് ഇച്ചിലൂടെ ആക്യുറസി ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് റാപ്പിഡ് ടെസ്റ്റ് ആണ്, റാപ്പിഡ് ടെസ്റ്റ് ഡിവൈസ്. ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ അവർ ജസ്റ്റ് ഈ ഒരു ഡിവൈസ് തന്നു വിട്ടു. കാരണം വീട്ടിൽ അതും ഡ്രൈവ് ത്രൂ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഗാർഗിൾ ടെസ്റ്റ് അവർ അന്നേരം തന്നെ ടെസ്റ്റ് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷെ അവർ ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ കിറ്റ് ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കിറ്റ് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ വന്ന് നമുക്ക് തന്നെ നമ്മുടെ ടൈം വെച്ച് ചെക്ക് ചെയ്യും. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഞാനും വൈഫും കുഞ്ഞും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങനെ ബോക്സ് തന്നു വിട്ടു. അപ്പം ഇത് ഇത്രയുള്ള സംഭവം വീട്ടിൽ ഇതിനകത്ത് ഒരു 5 എണ്ണം ഉണ്ട്, മൊത്തം 5 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അത് ഞങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം സംഭവം എങ്ങനെയാണെന്നുള്ളത്. 2 weeks മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. ഒന്നുകൂടെ ഞാൻ ടെസ്റ്റ് കാണിച്ചു തരാം. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അത് നോക്കാം. 2 weeks മുമ്പല്ല, കഴിഞ്ഞ തിങ്കളാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച അല്ലേ? ഇന്നിപ്പോൾ വ്യാഴാഴ്ച. ഇവിടെ ഇപ്പം 5 days ആണ് ക്വാറന്റൈൻ, ലൈക്ക് ഒമിക്രോൺ കാണിച്ചവർക്ക്. അതേപോലെ 2 times വാക്സിനേഷൻ എടുത്തവർക്ക് അത് 5 days ഉള്ളൂ. ഇപ്പൊ 5 days എന്നല്ല, അതിൽ കൂടുതൽ കഴിഞ്ഞു. സോ ഇവിടെ നമ്മൾ കാണാം ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇതിനകത്ത്. സ്റ്റാൻഡാണത്. ഇതൊക്കെയാണ് സാധനങ്ങൾ. ഓക്കെ, പ്ലസ് ഇത്രയും സാധനങ്ങൾ. ഇതിനകത്ത് ഇനിയും സാധനങ്ങളുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഈ കൂട്ടത്തിലുള്ളത്. അപ്പം ഇത് സ്റ്റാൻഡാണ്. ഓക്കെ, ഇത് എന്താ പറയുക, മൂക്കിലിടുന്ന മൂക്കിലിടുന്ന സാധനം. ഡിസ്പോസിബിൾ സ്വാബ്. ഓക്കെ, ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി ഒരു വട്ടം ചെയ്തതായതുകൊണ്ട് അന്ന് ചെയ്ത് കറക്റ്റാണെന്ന് വിശ്വാസം. കാരണം ടെസ്റ്റ് പോസിറ്റീവ് അങ്ങനെ കാണിച്ചു, അതുകൊണ്ട് കറക്റ്റാണെന്ന വിശ്വാസത്തിൽ സെയിം കാര്യം ഒന്നുകൂടെ ചെയ്യുന്നു. ഓക്കെ, അവർ പറഞ്ഞ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ സിംറ്റംസ് വന്ന ഉടനെ ചെയ്യരുത്. സിംറ്റംസ് വന്ന് ഇപ്പം പനിയോ അല്ലെങ്കിൽ ചികിത്സ അങ്ങനെ വന്നിട്ട് ഒരു 3 days വെയിറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് എടുക്കാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ കേട്ടു. എന്നോട് ഡയറക്റ്റ് പറഞ്ഞു, പക്ഷേ ഫ്രണ്ടിൽ പോയ കാറിലെ ആൾക്കാരോട് പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഇച്ചിരി ആക്യുറേറ്റ് എന്ന് തോന്നുന്നു. പല ടെസ്റ്റ് സീനിലും ലൈക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് കേട്ടിട്ടുണ്ട് സിംറ്റംസ് എല്ലാം ഉണ്ട്, പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പം നെഗറ്റീവാണ്. പക്ഷേ ഈ സെയിം ആൾക്കാർ തന്നെ ഡയറക്റ്റ്ലി പോയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പം അവർക്ക് പോസിറ്റീവായി കാണിക്കുന്നുണ്ട്. സോ ഇത് ടെസ്റ്റ് കിറ്റ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 2-3 days സിംറ്റംസ് കഴിഞ്ഞിട്ട് ഷോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ് പറയുന്നത്. സോ ഈ ടെസ്റ്റ് പ്രത്യേക പേരെന്താണെന്ന് പറയുന്നത് സാമ്പിൾ എക്സ്ട്രാക്ഷൻ ട്യൂബ്. ഇതാണ് സാമ്പിൾ എക്സ്ട്രാക്ഷൻ ട്യൂബ്. അത് അവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ കളക്ടിങ് സാമ്പിൾ എക്സ്ട്രാക്ഷൻ ട്യൂബ് നമ്മൾ ഓൾറെഡി ട്യൂബ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമുക്കൊരു ബഫർ വയറിലുണ്ട്. ലൈക്ക് ഇതാണ് ഈ സാധനം. ഇത് പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ കഴിഞ്ഞ പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് ഈ സംഭവത്തിൽ നമ്മൾ ഒഴിച്ചു വെക്കണം.
സാർ ആദ്യമാണ് സയൻസ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അല്ല ചെയ്തു വന്നാലും അത് സയൻസ് സ്റ്റുഡൻ്റ് അല്ലല്ലോ. സോ ആദ്യമായിട്ടാണ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതിൻ്റെ ഒരു സ്വാബ് എടുക്കുക. സ്വാബ് എടുക്കുന്നു. Here. ഇതാണ് സ്വാബ്. ഇവർ പറയുന്നത് ഇതിനകത്ത് അളവ് കാണിക്കുന്നത് ഇത്രയും അകത്തേക്ക് പോകണമെന്നാണ് കാണിക്കുന്നത്. സോ തുമ്മുന്നോളം വരെ ചെയ്യണമെന്നാണ് പറയാം. അപ്പോൾ നോക്കാം. കിട്ടില്ല എന്നുള്ള പ്രശ്നം വേണ്ട. ഇനി ആ സ്വാബ് വന്നിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. അവർ പറയുന്നത് ആ സ്വാബ് എന്താ പറയുക, നന്നായിട്ട് ആ ലിക്വിഡിൽ മേർജ് ആവുന്ന പോലെ ജസ്റ്റ് സ്വേൾ ചെയ്തിട്ട് അത് അതിൻ്റെ എല്ലാ സംഭവം അതിനകത്ത് വരാൻ വേണ്ടിയിട്ട് ട്യൂബ് ഇങ്ങനെ താഴെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സ്വാബിൻ്റെ സംഭവം പുറത്തേക്ക് എടുക്കണം എന്നാണ് പറയുന്നത്. അത് 2 minutes വെക്കണം എന്നാണ് പറയുന്നത്. സാധനം ഇപ്പം ഇത് മാർക്കോ ഒന്നുമില്ല. ഓക്കെ, ഈ സി ആൻഡ് ടി അവിടെ മാർക്കൊന്നും കാണുന്നില്ല. ഓക്കെ, അവിടെ സീല് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം സീല് വരണം. അതാണെങ്കിൽ സീല് മാത്രമാണ് മാർക്ക് വരുന്നതെങ്കിൽ ഇറ്റ്സ് നെഗറ്റീവ്, ടീലും കൂടെ വരുവാണെങ്കിൽ പോസിറ്റീവ്. അങ്ങനെയാണ്. അപ്പം സോ ഇനി ആ ലിക്വിഡ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ അതിന് നോസിൽ കീപ്പ് ചെയ്യണ്ടേ. നോസിലും കൂടെ ഉണ്ട്. ആ നോസിൽ കീപ്പ് ചെയ്തിട്ട് ഞാൻ അകത്ത് കണ്ടാമിനേറ്റ് ചെയ്യാതെടുക്കാൻ നോക്കിയാണ് മാക്സിമം. അപ്പോൾ ഞാൻ ഒഴിക്കുകയാണ്. One, 2, 3. സംഭവം കറക്റ്റായി വന്നുകൊണ്ടിരിക്കുന്നു. സി എന്ന് പറയുമ്പോൾ സി എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. സി എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ഓക്കെ, സി ഈസ് നെഗറ്റീവ്. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ റിസൾട്ട്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച പോസിറ്റീവ് ആയിരുന്നു. രണ്ടും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോസിറ്റീവ് എന്നാണ്. ഒരെണ്ണമാണെങ്കിൽ നെഗറ്റീവ്. അങ്ങനെ ടെസ്റ്റ് സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. COVID-19 പണി പാളിയെന്ന് വിചാരിച്ചു. എന്തായാലും നെഗറ്റീവാണ് കാണിക്കുന്നത്. കോവിഡ് പോസിറ്റീവ്, കോവിഡ് നെഗറ്റീവ് ആയി മാറിയിരിക്കുന്നു. സോ എനിവേ ഞങ്ങളിപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങൾ ടോട്ടലി സേഫ് ആൻഡ് സൗണ്ട് ഹെൽത്തി ആണ്. അപ്പം നിങ്ങൾ പലരും ഇങ്ങനെ കടന്നു പോകുന്നവരുണ്ടാവാം. അപ്പം സ്റ്റേ സ്ട്രോങ്. ഇതും കടന്നു പോകും. ഇത് നമ്മൾ അതിജീവിക്കണം. ഇതുവരെ വരാത്തവരോട് ഇത്ര നാള് എന്തൊക്കെ സാനിറ്റൈസിങ്, ഞാൻ സാനിറ്റൈസർ കൊണ്ട് കൈ കഴുകാതായിരുന്നു എവിടെയെങ്കിലും പോയി. അത്രയും കെയർഫുള്ളാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് സംഭവം വന്നു. അപ്പം ഇനിയിപ്പോൾ എന്തായാലും 2-3 മാസത്തേക്ക് നമുക്ക് അത്രയ്ക്ക് പേടി വേണ്ടല്ലോ.
എന്നുള്ള രീതിയിലേക്ക്. എന്നാലും നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക, ചെയ്യേണ്ടത് ചെയ്യുക. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ തന്നെ ക്യാരിയേഴ്സ് ആവാം. അതുകൊണ്ട് നമ്മളുടെ ഭാഗം മാത്രമല്ല മറ്റുള്ളവരെയും കൂടെ ഓർത്തിട്ട് നല്ല രീതിയിൽ ഇതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. നിങ്ങൾ സേഫ് ആയിരിക്കുക. അതേപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും സേഫ് ആക്കി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗിന്റെ വിശേഷങ്ങൾ. സോ വീണ്ടും മറ്റു വ്ളോഗുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ, നമസ്കാരം. കാര്യമായിട്ട് പറഞ്ഞതാ സീഡ് ഭാഗം തുടങ്ങി. പിന്നെ ഇപ്പൊ തീരെ അവിടെ തെളിഞ്ഞിരിക്കും. അയ്യോ ഏത് കണ്ണാടി ഉപയോഗിക്കുന്നത്? എന്നെ എവിടെ ഇരുത്തിട്ട് കറങ്ങാൻ നടക്കത്തില്ല മോനെ. ഞാൻ കയറി അവിടെ അകത്ത് എന്നിട്ട് എനിക്ക് ഫുഡ് മുഴുവൻ ഉണ്ടാക്കി തന്നിച്ചാണ് ഞാൻ. നോക്കടി നോക്കടാ, സീ മാത്രം തെളിഞ്ഞിട്ടുള്ളടാ. സീ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാ ആണല്ലോ, ഞാൻ വളരെ പോസിറ്റീവാണ്. അങ്ങനെ അവളും കോവിഡ് നെഗറ്റീവായി. വീഡിയോ എടുക്കുമായിരുന്നു. എന്തൊരു സന്തോഷം നോക്കിക്കേ. നെഗറ്റീവായിട്ട് അവള് നെഗറ്റീവ്.